കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ദേശീയപാതയിലുണ്ടായ ഒരു അപകടമാണിത്. അടൂർ ആലപ്പുഴ ഗുരുവായൂർ വഴി സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ്സാണ്, KSRTCയുടെ സൂപ്പർ ഡീലക്സ് ബസ്സാണ് ഈ ഇടിച്ച് കിടക്കുന്നത്. ഡ്രൈവർ ഇടിച്ചത് പുള്ളിയുടെ ഒരു ഇതാ, പുള്ളിക്ക് എന്നാലും പക്ഷെ പുള്ളിയുടെ ഇത് നോക്കിയാലും വല്ല പുള്ളിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടല്ലേ? ആണല്ലേ? അടി നല്ല പുള്ളി കിട്ടണം. എന്തായാലും പുള്ളി ജസ്റ്റ് നല്ല നെഞ്ചിനും കിട്ടിയിട്ടുണ്ടല്ലേ? പുള്ളിയുടെ കറക്റ്റ് വയറേ കയറും ഇറങ്ങി. പുള്ളി ഒരുമാതിരി പുള്ളി ഇങ്ങനെ ആണല്ലേ? കണ്ടക്ടർ ഒരുപാട് എങ്ങനെയാണ് പ്രസ്സായി ലോക്കായി കിടക്കുന്നതാണ്. ഇതിങ്ങനെ നിക്കണം. അതല്ലേ? ഞാൻ പറഞ്ഞ ഞാൻ 5:30 പെട്രോൾ അടിച്ചിട്ട് റോഡ് സ്ട്രൈറ്റ് അടിച്ച് നടക്കുന്നത്. അപ്പൊ ഇത് ഓപ്പൺ ആണ് റോഡ്. പിന്നെ ഞാൻ പറഞ്ഞ 5:30 ഞാൻ കറക്റ്റ് ഞാൻ പേയ്മെന്റ് ചെയ്തതാണ്. ഇത് നിങ്ങള് ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോ? അതെ അല്ലേ? കുറെ നേരം കൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ആംബുലൻസിന്റെയും ഫയർഫോഴ്സിന്റെ ഒക്കെ സൗണ്ട് കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണല്ലേ? എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നി. ഓ, അത്ര അകലെ നിന്നിട്ടാണെങ്കിൽ ഈ സൗണ്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ തന്നെ കുറെ ആംബുലൻസുകളുടെയും എല്ലാത്തിന്റെയും സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നുണ്ട്. ഓ, അങ്ങനെ ഓടി വന്നാണല്ലേ? പക്ഷെ ഈ ആംബുലൻസിനെല്ലാം നിരന്നിങ്ങനെ കിടക്കുവാണല്ലോ. ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന JCB അത് ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാർഗ തടസ്സങ്ങളും, പക്ഷെ അത് ചീറിപ്പാഞ്ഞു വന്ന ബസ് കാണാതെ ഇടിച്ചു കയറ്റുകയായിരുന്നു. കുറച്ചധികം ആളുകൾക്ക് പരിക്കുണ്ട്. കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഉൾപ്പെടെ ഒരു ഫാമിലിയും കുട്ടിയും എല്ലാം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഉടനെ തന്നെ നിരവധി ആംബുലൻസുകളും എല്ലാം വന്നു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തി ആളുകളെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ദൃക്സാക്ഷികൾ പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ JCB കുറച്ചധികം നീങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അത്രയേറെ സ്പീഡിലായിരുന്നു KSRTC വന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അവർ പറയുന്നതും ഒരു കാര്യമാണ്. ദേശീയപാതയുടെ പണി തോന്നുന്ന പോലെ അവർ പല സ്ഥലങ്ങളിൽ മാറ്റിയും മറിച്ചും പണിയുന്നത് കൊണ്ടാണ് ഈ ബസ്സിൽ വരുന്ന ആളുകളും യാത്രക്കാരുമൊക്കെ അല്ലെങ്കിൽ വാഹനവുമായി വരുന്നവർ ഒരു നിയന്ത്രണമില്ലാതെ കയറിപ്പോകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഇത് തുറന്നായിരിക്കും നിൽക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലായിരിക്കും ഇവർ സ്പീഡിൽ വരുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോഴോ അത് തടഞ്ഞു വെച്ചിട്ടുമുണ്ടാകും.